റാപ്പർ വേടൻ വിവാഹിതനാകാൻ ഒരുങ്ങുന്നു. യുവ എഴുത്തുകാരി നവമി ലതയാണ് വധു. ഇരുവരും ഏറെ നാളായി പ്രണയത്തിലാണ്. പൊതുവേദികളിൽ വേടനൊപ്പം നവമി ലതയും എത്താറുണ്ട്. മോണലോവ എന്നാണ് വേടൻ തന്റെ കാമുകിയെ വിശേഷിപ്പിക്കാറുള്ളത്. മോണലോവയെക്കുറിച്ച് ഒരു ആൽബം അടക്കം വേടൻ പുറത്തിറക്കിയിരുന്നു. ഫെബ്രുവരി 24 തൃശൂരിൽ വെച്ചാണ് കല്യാണം നടക്കുന്നത്. തദ്ദേശ സ്വയംഭരണ ദിനാഘോഷത്തിന്റെ ഭാഗമായി സർക്കാർ നടത്തുന്ന ഹാപ്പിനെസ് ഫെസ്റ്റിവലിൽ വെച്ചാണ് വേടൻ വിവാഹ വാർത്ത പങ്കുവച്ചത്. തളിപ്പറമ്പിൽ സംസ്ഥാന സർക്കാരിന്റെ പരിപാടിയിൽ പാടാനെത്തിയ റാപ്പർ വേടന്റെ സാന്നിധ്യത്തിൽ സർപ്രൈസ് പൊട്ടിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ രംഗത്തെത്തുകയായിരുന്നു. ഫെബ്രുവരി 24 തൃശൂരിൽ വച്ച് വിവാഹിതനാകുന്ന വേടന് എല്ലാ ആശംസകളും നേരുന്നുവെന്നും പാർട്ടി സെക്രട്ടറി എല്ലാ മംഗളങ്ങളും ഈ ജനസാഗരത്തെ സാക്ഷിയാക്കി നേരുന്നതായി കണ്ണൂരുകാരുടെ ഗോവിന്ദൻ മാഷ് പ്രഖ്യാപിച്ചതോടെ വേടന്റെ മുഖത്തും നിറഞ്ഞ ചിരി വിടർന്നു. തളിപ്പറമ്പിന്റെയും കണ്ണൂരിന്റെയും കേരളത്തിന്റെയും ആദരവ് അറിയിക്കുകയാണ്. വരും തലമുറയെ ശരിയായ ദിശാബോധത്തിലൂടെ നയിക്കുമെന്ന പ്രതിജ്ഞയാണ് ഈ വേടന്റെ സംഗീതം, MV ഗോവിന്ദൻ പറഞ്ഞു. ചടങ്ങിൽ CPIM സംസ്ഥാന അധ്യക്ഷൻ വേടനെ പൊന്നാട അണിയിച്ച് ആദരിക്കുകയും ചെയ്തു. വേടന്റെ വിവാഹ തീയതി പ്രഖ്യാപനം വൻ കരഘോഷത്തോടെയും ആർപ്പുവിളികളോടെയും ചുറ്റും തിങ്ങിക്കൂടിയ ജനം സ്വീകരിച്ചു. മറുപടി പ്രസംഗത്തിനിടെ വേടനും ഇക്കാര്യം സ്ഥിരീകരിച്ചു. മാഷ് പറഞ്ഞതുപോലെ 24 ഞാൻ രജിസ്റ്റർ ചെയ്യാൻ പോവുകയാണ്, എന്റെ കല്യാണമാണ് എന്നാണ് വേടൻ പറഞ്ഞത്. ഹിരൺദാസ് മുരളി എന്ന വേടൻ 2020 പുറത്തിറങ്ങിയ വോയിസ് ഓഫ് ദ വോയിസ്ലെസ് എന്ന പാട്ടിലൂടെയാണ് ശ്രദ്ധേയനാകുന്നത്. സമൂഹത്തിൽ ദളിതരടക്കമുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾ നേരിടുന്ന അടിച്ചമർത്തലുകളെയും അതിനെതിരെ അവർ നടത്തുന്ന പോരാട്ടങ്ങളെയും കുറിച്ചുള്ള വരികളാണ് വേടന്റെ റാപ്പുകളെ ജനപ്രിയമാക്കിയത്. തൃശൂർ സ്വദേശിനിയായ നവമി ലതയും വേടനും ദീർഘകാലമായി പ്രണയത്തിലായിരുന്നു. വേടന്റെ ഏറെ ശ്രദ്ധിക്കപ്പെട്ട മോണലോവ എന്ന ഗാനം നവമിയെക്കുറിച്ചുള്ളതാണെന്ന് അദ്ദേഹം നേരത്തെ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. തൃശൂരിൽ വെച്ച് ലളിതമായ ചടങ്ങുകളോടെ വിവാഹം രജിസ്റ്റർ ചെയ്യാനായിരുന്നു ഇരുവരും തീരുമാനിച്ചിരുന്നത്. എന്നാൽ പൊതുവേദിയിൽ വെച്ച് MV ഗോവിന്ദൻ ഇക്കാര്യം പ്രഖ്യാപിച്ചതോടെയാണ് വിവാഹ വാർത്ത പുറം ലോകം അറിഞ്ഞത്. വേടന്റെ പാട്ടുകൾ പുതുതലമുറയ്ക്ക് ശരിയായ ദിശാബോധം നൽകുന്നതാണെന്ന് പ്രശംസിച്ച MV ഗോവിന്ദൻ പുതിയ ദമ്പതികൾക്ക് എല്ലാവിധ ആശംസകളും നേർന്നു. എന്തായാലും വിവാഹം നടത്താൻ പോകുന്നു എന്ന വാർത്ത ആരും അറിയാതിരിക്കാൻ തന്നെയാണ് വേടൻ രജിസ്റ്റർ മാരേജ് ചെയ്യാൻ തീരുമാനിച്ചത്. പക്ഷേ ഗോവിന്ദൻ മാഷ് ഇത്തരത്തിൽ ഒരു പരസ്യമായ പ്രഖ്യാപനത്തിലൂടെ എല്ലാവരെയും അറിയിക്കുകയായിരുന്നു. ഫെബ്രുവരി 24 തൃശൂരിൽ വെച്ചാണ് വിവാഹം.